ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ത്രെഡ് ഹെവനിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാൻറ്റിൽ എങ്ങനെ ഒരു പോക്കറ്റ് പിടിപ്പിക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും പോക്കറ്റ് പിടിപ്പിക്കുന്നതിൽ കൺഫ്യൂഷൻ ആണല്ലേ. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് ഒരുമിച്ച് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ഒരു തുണി എടുക്കാം. ഒരു തുണി എടുത്തതിന് ശേഷം നമ്മൾ അതിനെ രണ്ടായി മടക്കി എടുക്കുക. ഇത് തുണി രണ്ടായിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അങ്ങനെ രണ്ടായി ഫോൾഡ് ചെയ്ത തുണി 11 ഇഞ്ച് നീളവും 11 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയിലും നമ്മൾ അതിനെ മടക്കി രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇട്ടു. അതിനെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഈ 11 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയിലും നമ്മൾ അടയാളപ്പെടുത്തിയ തുണി നമ്മൾ എടുക്കാം. ഈ തുണി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം പാൻറ്റിൻ്റെ ബോട്ടത്തിൽ 6 ഇഞ്ച് വീതിയും 1 ഇഞ്ച് മുകളിലുമായിട്ട് നമ്മൾ അടയാളപ്പെടുത്താം. അതിന് ശേഷം ഈ കട്ട് ചെയ്തെടുത്ത തുണി നമ്മൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത തുണി. ഇതിന് 6 ഇഞ്ച് വീതിയും 11 ഇഞ്ച് നീളവുമാണ് ഉള്ളത്. ഈ തുണി നമ്മൾ രണ്ടും എടുക്കാം. ഇതിന് ശേഷം നമ്മൾ പാൻറ്റിൻ്റെ നല്ല വശവും പാൻറ്റ് വിടർത്തിയിടുക. അതിനുശേഷം പാൻറ്റിൻ്റെ നല്ല വശം ചേർത്ത് വയ്ക്കുക. നല്ല വശം നമുക്കറിയാം. നല്ല വശം നമുക്ക് മാറിപ്പോവാതിരിക്കാൻ 1 ഇഞ്ച് മുകളിൽ അടയാളപ്പെടുത്തുക, 6 ഇഞ്ച് താഴെയും അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ അവിടേക്ക് ഒരു ചെറിയ ലൈൻ രണ്ടും കൂടി വരച്ചതിന് ശേഷം ഈ തുണി പോക്കറ്റിൻ്റെ തുണി എടുക്കുക. ഈ പോക്കറ്റിൻ്റെ തുണി നമ്മൾ നല്ല വശവും, അതായത് പാൻറ്റിൻ്റെ തുണിയുടെ നല്ല വശവും പോക്കറ്റിൻ്റെ തുണിയുടെ നല്ല വശവും കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ രണ്ടും ചേർത്ത് വെച്ചതിന് ശേഷം ആ മാർക്ക് ചെയ്തതിലൂടെ നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ അതിന് അടിച്ചു കൊടുത്തു. അതിന് ശേഷം നമ്മൾ അത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്യാം. ആ രണ്ട് തുണിയും നമ്മൾ അടിച്ചതിന് ഇപ്പുറത്തായിട്ട് കുറച്ച് തയ്യൽ തുമ്പിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം അവിടെ കുറച്ചൊരു പ്രശ്നമുണ്ട് കട്ട് ചെയ്തതിൽ, അതുകൊണ്ട് ഒന്നും കൊണ്ട് കറക്റ്റ് ചെയ്യാം. അതിന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ നല്ല വൃത്തിയായി കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിനെ ഇങ്ങനെ മറച്ചിടാം. എന്ത് ചെയ്യണം, നമ്മൾ ഈ തുണിയെ മറച്ചിട്ടതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല വൃത്തിയായി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പോക്കറ്റിൻ്റെ തുണി എടുത്ത് അതിനെ പുറകിലോട്ട് മടക്കുക. കണ്ടോ, ഇങ്ങനെ പുറകിലോട്ട് മടക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കണം. പുറകിലോട്ട് തന്നെ മടക്കുക. നമ്മൾ വൃത്തിയായിട്ട് മടക്കി വെച്ചതിന് ശേഷം അതിന് സൈഡ് വഴി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സൈഡ് വഴി മുകളിൽ നിന്ന് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിന് ശേഷം നമ്മൾ ഈ പോക്കറ്റിനെ നമ്മളിങ്ങനെ മറയ്ക്കുക. അതായത് അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത വശം ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ നമ്മളതിനെ മറയ്ക്കുക. അതായത് നല്ല വശം ഉള്ളിലേക്കാക്കി നമ്മളതിനെ ഒന്ന് മറച്ചെടുക്കുക. ഇങ്ങനെ കൈ കൊണ്ട് മറച്ച് അതിൻ്റെ മൂലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നമ്മളതിനെ നല്ല ഒന്ന് മറച്ചെടുക്കുക. അത് നമുക്കറിയാവുന്ന കാര്യം. അങ്ങനെ അതിനെ നമ്മൾ മറച്ചെടുത്തു. അങ്ങനെ ഇപ്പോൾ ഇങ്ങനെ മറച്ചെടുത്ത പോക്കറ്റിൻ്റെ പീസാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനെ നമ്മൾ മറച്ചതിന് ശേഷം അടിയിലേക്ക് മടക്കുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇപ്പോൾ നമ്മുടെ പോക്കറ്റ് റെഡിയായി കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇതിൻ്റെ സൈഡ് വശം ഇങ്ങനെയാണ്. മുകൾ വശം ഇതിൻ്റെ ടോപ്പ് വശമാണ് കാണുന്നത്. പിന്നെ ഇതിന് ശേഷം നമ്മളിതിനെ മറച്ചിട്ടു. കണ്ടോ, ഇതിൻ്റെ പുറകു വശം ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇത് പോക്കറ്റ്, അതിന് താഴെ ആ ബോട്ടത്തിൻ്റെ തുണി, അങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതിൻ്റെ നല്ല വശം ഇങ്ങനെയും വരും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് നോക്കുക. കണ്ടോ, അത് ജോയിൻ ചെയ്ത് നമ്മൾ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ മുകൾ വശവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒറ്റ റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ, ഇപ്പോൾ നോക്കൂ, നമുക്ക് അടിപൊളി പോക്കറ്റ് റെഡിയായി. കണ്ടോ, ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കണം. ഓണത്തിന് ബോട്ടമൊക്കെ തയ്ക്കുമ്പോൾ നിങ്ങൾ പോക്കറ്റൊക്കെ വെച്ച് അടിപൊളിയായി സ്റ്റിച്ച് ചെയ്യണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടോ നന്നായിട്ടില്ലേ? എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തണേ. അങ്ങനെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇടാം. താങ്ക് യു. എല്ലാവർക്കും നന്ദി.